अच्छे वचन के लिए मैं प्रभु को धन्यवाद देता हूँ। ഈ നല്ല വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. इसका इंट्रोडक्शन मैं आपको देता हूँ थोड़ा सा। ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. यूहन्ना 6 में द डिस्कोर्स द ब्रेड ऑफ लाइफ डिस्कोर्स है करके बाइबल हमें सिखाती है। ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പത്തിനെ കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. शुरू में हम देखेंगे कि एक चिन्ह को यहाँ पे यीशु मसीह दिखाते हैं। ഇവിടെ കർത്താവ് ഒരു അടയാളം കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ वो കഴിയും. चिन्ह क्या है हम सभी जानते हैं। ആ അടയാളം എന്താണെന്ന് നമുക്കറിയാം. 5 रोटी और 2 मछलियों से यीशु मसीह ने 5,000 पुरुषों को खिलाया करके वचन यहाँ पे दिखाता है। ഇവിടെ വചനം പഠിക്കുമ്പോൾ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ കർത്താവ് പോഷിപ്പിച്ച ഒരു സംഭവമാണ് ഇവിടെ അടയാളമായിട്ട് കാണിക്കുന്നത്. तो यूहन्ना इसे एक चिन्ह करके बताता है, ये भी आई एम श्योर हम सभी को मालूम है। ഈ യോഹന്നാൻ ഇതിനെ ഒരു അടയാളമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और चिन्ह से हम क्या समझते हैं ഈ അടയാളം കൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? कि चिन्ह जो है किसी बात को पॉइंट आउट कर रहा है, किसी बात को दर्शाता है। അടയാളം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ് എന്നുള്ളത് ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയോ എന്തെങ്കിലും അതിന് ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്നതായിട്ടാണ് അടയാളം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. तो 5,000 लोगों को जो यीशु मसीह ने खिलाया, हमें उसमें रुककर नहीं बैठना है। ഈ 5000 പേരെ കർത്താവ് പോഷിപ്പിച്ച ആ ഇൻസിഡന്റിൽ മാത്രം നാം ഒതുങ്ങിക്കൂടി നിൽക്കാതെ हमें उस यीशु को खोजना है जिन्होंने ये काम को या आश्चर्य कर्म को लोगों के बीच में किया। ഈ അടയാളം ചൂണ്ടുപലകയായി കാണിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. जानते हैं कि यूहन्ना के सुसमाचार में इस तरह के 7 चिन्ह हैं करके यूहन्ना हमें बताता है। ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരമുള്ള 7 അടയാളങ്ങളെ നമുക്ക് തുടർമാനമായി നമുക്ക് കാണാൻ കഴിയും. तो यहाँ पे जो हमने पढ़ा हुआ जो पोर्शन है उसमें यीशु मसीह 26वें में उनको एक उत्तर दे रहा है। ഈ 26-ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ചതിന്റെ ആ വാക്യത്തിൽ കർത്താവ് ഇവർക്ക് മറുപടി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. अगर हम उसका 25वां पंक्ति पढ़ेंगे, അതിന്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ वहां पे इस तरह से देखते हैं कि झील के पास जब वे उससे मिला तो कहा, हे रबी तू यहाँ कब आया। കടൽക്കരയിൽ അവനെ കണ്ടെത്തിയപ്പോൾ റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. जब वे उससे मिले तो उन्होंने कहा, ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ പുരുഷാരം യേശുവിനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ तो ये കഴിയും. लोग कौन है हम उसको भी जरा देखेंगे। ഈ പുരുഷാരം ആരാ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. अगर हम 6 का 2 पढ़ते हैं, 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ और एक बड़ी भीड़ उसके पीछे हो ली, क्योंकि जो आश्चर्य कर्म वह बीमारों पर दिखाता था वे उनको देखते थे। അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു എന്ന് നമുക്ക് അവിടെ तो हम കാണാം. देख रहे हैं कि यहाँ पे ये भीड़ कौन है जो उसके आश्चर्य कर्मों को देखती थी। ഈ പുരുഷാരം ആരാണ്? കർത്താവ് ചെയ്ത അടയാളങ്ങളെ കണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു കൂട്ടരാണ്. उसका 14 में भी हम देखते हैं कि तब जो आश्चर्य कर्म उसने कर दिखाया उसे वे लोग देखकर कहने लगे। ആ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് അവർ പറയുവാനിടയായി തീർന്നു. तो यीशु मसीह के चिन्हों को देखकर उसके पास आए हुए लोग हैं यहाँ पे जो हम इस डिस्कोर्स में देखते हैं। അപ്പോൾ ഈ പുരുഷാരം എന്നുള്ളത് യേശുക്രിസ്തു ചെയ്ത അടയാളത്തെ കണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന കൂട്ടരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. तब जब उन्होंने यीशु से एक सवाल किया तो यीशु उन्हें जवाब में क्या कहता है हम देखेंगे। അപ്പോൾ കർത്താവിനെ അന്വേഷിച്ചു വന്ന ഈ പുരുഷാരത്തോട് കർത്താവ് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ उसका പോകുന്നത്. 26 में इस तरह से लिखा है, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, यीशु ने उन्हें उत्तर दिया, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, मैं तुमसे सच सच कहता हूँ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, तुम मुझे इसलिए नहीं ढूंढते हो कि तुमने आश्चर्य कर्म देखे, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, परंतु इसलिए कि तुम रोटी खाकर तृप्त हुए। അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. हमने जो पहले 2 वचन को पढ़ा उसमें लिखा है कि उन्होंने आश्चर्य कर्म देखकर वो यीशु के पीछे आए। നമ്മൾ നേരത്തെ വായിച്ച 2-ഉം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അടയാളം കണ്ടിട്ടാണ് യേശുവിന്റെ അടുക്ക വന്നത്. लेकिन जो आश्चर्य कर्म में जो देखने की बात थी वो उन्होंने नहीं देखा। എന്നാൽ അടയാളത്തിൽ കൂടെ യേശുവിനെ യഥാർത്ഥമായി കാണേണ്ടതിന്റെ പകരം അവർ യേശുവിനെ കാണുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ लेकिन കഴിയുന്നത്. यीशु जानता था कि उन्होंने किस वजह से वो यीशु के पीछे आए। യേശുവിന്റെ അടുക്കലേക്ക് ഇവർ വന്നത് യേശുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയത് കൊണ്ടല്ല അവർ വന്നതെന്ന് യേശുവിനും
നേരത്തെ അറിയാമായിരുന്നു. यूहन्ना का 23 से 25 जब हम पढ़ते हैं, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ उसमें लिखा है कि जब वे यरूशलेम में फसह के समय पर्व में था, तो बहुतों ने उन चिन्हों को जो वे दिखाता था देखकर उसके नाम पर विश्वास किया, परंतु यीशु ने अपने आप को उनके भरोसे पर नहीं छोड़ा, क्योंकि वे सबको जानता था और उसे आवश्यकता न थी कि मनुष्य के विषय में कोई गवाही दे, क्योंकि वे आप ही जानता था कि मनुष्य के मन में क्या है. യോഹന്നാൻ 2-ന്റെ 23, 24, 25 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. तो यहाँ पे साफ तौर पे लिखा है कि यीशु मसीह जानता है कि वो उसको क्यों ढूंढ रहे हैं. അതുകൊണ്ട് യേശുവിനറിയാം ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന പുരുഷാരം യേശുവിൻ്റെ അടുക്കലേക്ക് എന്തിനാ വന്നതെന്ന് കർത്താവിന് നല്ലപോലെ അറിയാം. हम भी यीशु को क्यों ढूंढते हैं, ये भी सवाल हमारे अंदर होना चाहिए. ഈ ചോദ്യം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. നമ്മൾ എന്തിനാ യേശുവിൻ്റെ അടുക്കലേക്ക്, എന്തന്വേഷിച്ചാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്? यहाँ पे वो लोग उसको ढूंढ रहे हैं. अगर उसका हम जहां उन्होंने प्रभु को धन्यवाद करके रोटी खाई थी, तो उसका अगर हम 23 में देखते हैं तो उन्होंने रोटी खाई थी, इसलिए अब वो यीशु के पीछे उनको ढूंढ रहे हैं. 6:23 നമുക്ക് അവിടെ കാണാൻ കഴിയും, അവർ അപ്പം തിന്നത് കൊണ്ടാണ് അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് വീണ്ടും അവർ വന്നതെന്ന് നമുക്ക് കാണാൻ तो കഴിയും. ये रोटी क्या है? ഈ അപ്പം എന്താണ്? ये जो हम खाने वाली रोटी है, उस रोटी के विषय में ये बात कर रहे हैं. ഈ കഴിക്കുന്ന അപ്പം, ആ അപ്പം കഴിച്ചിട്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് അവർ വീണ്ടും लेकिन വരുവാനിടയായത്. हमने क्या कहा कि ये डिस्कोर्स क्या है? ये जीवन की रोटी के विषय में ये डिस्कोर्स. എന്നാൽ നമുക്കറിയാം ഈ അടയാളം എന്നുള്ളത് ഈ ഭൗമികമായിരിക്കുന്ന അപ്പം നമുക്ക് തരുവാൻ യേശു പ്രാപ്തനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രത്യുത ജീവനുള്ള അപ്പം യേശുവാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ അടയാളം യേശു ചെയ്തത്. तो ये रोटी मटेरियल बातों को दिखाता है करके हम इस वचन से देखते हैं. അപ്പോൾ ഈ അപ്പം എന്ന് പറയുന്നത് ഭൗമികമായിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെ കാണിക്കുന്ന, ഈ മെറ്റീരിയൽ ആയിരിക്കുന്ന ഭൗമികമായിരിക്കുന്ന കാര്യമാണ് तो എന്ന് കാണാൻ क्योंकि वो കഴിയും. पिछली उस रोटी को खाकर तृप्त हुए, इसीलिए अब वो दोबारा यीशु के पीछे आ रहे हैं कि अब मुझे यीशु से क्या मिलेगा. ഈ അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ട് അടുത്ത വട്ടം ഈ അപ്പം ലഭിക്കുവാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വരുന്നതായിട്ട് तो നമുക്ക് ഇവിടെ ये കാണാൻ കഴിയും. जानकर समझकर यीशु उनको 27 में कह रहा है, ഇത് മനസ്സിലാക്കി കർത്താവ് ഇവരോട് 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, नाशवान भोजन के लिए परिश्रम न करो, परंतु उस भोजन के लिए जो अनंत जीवन तक ठहरता है, जिसे मनुष्य का पुत्र तुम्हें देगा, क्योंकि पिता अर्थात परमेश्वर ने उसी पर छाप लगाई है. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ എന്ന് യേശു അവരോട് ഉത്തരം പറയുകയാണ്. तो ये नाशवान भोजन से हमें क्या समझ में आता है? ഈ നശിച്ചു പോകുന്ന ആഹാരം എന്നതിന്റെ അർത്ഥം या എന്താണ്? फिर उसके लिए परिश्रम नहीं करना, ऐसा यीशु मसीह नहीं कह रहा है. യേശു ഇതല്ല പറയുന്നത് നമ്മൾ ജോലിയെല്ലാം വിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകരുതെന്നല്ല യേശു പറയുന്നത്. यीशु का कहने का मतलब है कि ये जो भोजन के लिए तुम परिश्रम करते हो, इसकी एक एक्सपायरी डेट है. ഈ നശിച്ചു പോകുന്ന ആഹാരം അത് നശിച്ചു പോകുന്നതാണ് എന്നാണ് യേശു അവരോട് പറയുന്നത്. चाहे आप अपने घर के नीचे वाली दुकान से लें या किसी भी मॉल की बड़ी बेकरी से लें, हर एक खाने की वस्तु की एक एक्सपायरी डेट होती है. അതായത് താഴത്തുള്ള ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചാലും നല്ല വില കൂടിയ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാലും വാങ്ങുന്ന അപ്പത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് തീരും, നശിച്ചു പോകും. लेकिन केवल एक ऐसी चीज है जिसकी कोई एक्सपायरी डेट नहीं. എന്നാൽ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു കാര്യം നമുക്ക് കർത്താവ് തരാൻ പോകുകയാണ്. प्रभु का वचन. അതാണ് കർത്താവിന്റെ വചനം. हमने यूहन्ना के पहले में देखा है कि आदि में वचन था. നമ്മൾ യോഹന്നാൻ 1:1 കണ്ടു, ആദിയിൽ വചനമുണ്ടായിരുന്നു. तो ये वचन जो है हमें अपने अंदर लेना है. ഈ വചനം, കർത്താവായ വചനം, ആ കർത്താവിനെ ഭക്ഷിക്കുകയും ദൈവത്തിന്റെ വചനത്തെ നാം ഭക്ഷിക്കുകയും ചെയ്യണം. क्योंकि यही वचन है जो अनंत जीवन तक ठहरता है. ഈ വചനമാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നത്. यही वचन है जो हमें अनंत जीवन तक लेके जाएगा. ഈ വചനമാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. ऐसा हम क्यों कह सकते हैं? എന്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാം? क्योंकि उसमें उसी पंक्ति में लिखा है ആ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, कि पिता अर्थात परमेश्वर ने उसी पर
छाप लगाई है। അവിടെ 27ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പറയുന്നത്, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. छाप लगाने का मतलब എന്താണ് മുദ്രയിടുക എന്നതിന്റെ അർത്ഥം? सील, हमने सील देखी होगी, ऑफिशियल डॉक्यूमेंट्स में एक सील होती है। ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിന്റെ താഴെയോ എവിടെയോ ഒരു സീൽ നമുക്ക് മുദ്ര ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. नॉर्मली लेटर तो कोई भी लिख सकता है, कोई भी छाप सकता है, लेकिन वो सील जो है वो उसकी ऑथेंटिसिटी को बताती। ഒരു ആർക്ക് വേണമെങ്കിലും ലെറ്റർ എഴുതാം, എന്നാൽ സീൽ എന്നുള്ളത് അതിന്റെ ജെന്യൂൻനെസ്സിനെ, അതിന്റെ യാഥാർത്ഥ്യത്തെ കാണിക്കുന്നതാണ്, അതിന്റെ ഒത്തന്റിസിറ്റിയെ കാണിക്കുന്നതാണ്. अगर रूलर्स ऑफिस से या शेख के ऑफिस से कोई चिट्ठी आएगी या कोई सर्कुलर आएगा और उस पर उसका सील होगा तो हम लोग उसको मानेंगे, उस पर विश्वास करेंगे. അത് റൂളേഴ്സ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നാൽ അതിൽ ഒരു സീൽ ഉണ്ടെങ്കിൽ ആ സീലിന് അധികാരമുണ്ട്, ആ പറയുന്ന കാര്യങ്ങളെല്ലാം നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. तो यहाँ पे वचन इस तरह से हमें सिखा रहा है कि यीशु पर जो है प्रभु परमेश्वर का, पिता का जो है एक सील लगा हुआ है. അതുപോലെ ഇവിടെ പറയുന്നത് യേശു കർത്താവിന്റെ മേളിൽ പിതാവായ ദൈവത്തിന്റെ മുദ്ര ഉണ്ട് എന്നാണ് പറയുന്നത്. और अगर हम उसको रिजेक्ट करते हैं यानी कि हम परमेश्वर को റിജക്ട് कर रहे हैं. അപ്പൊ യേശുവിനെ റിജക്ട് ചെയ്യുന്ന ഒരാള് പിതാവിനെയാണ് റിജക്ട് ചെയ്തത്, പിതാവിന്റെ അധികാരത്തെയാണ് റിജക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണം. तो अगर इस भोजन को, अब हमने मती में भी पढ़ा है कि इंसान केवल रोटी से नहीं बल्कि परमेश्वर के वचन से जीवित रहता है. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം നമുക്കറിയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നു എന്ന്. अब इंसान को परमेश्वर ने बनाया है कि नहीं? കർത്താവ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, शरीर प्राण आत्मा करके इंसान को बनाया है. പ്രാണൻ, ദേഹി, ആത്മാവ്, ഇങ്ങനെ ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിച്ചത്. तो इन तीनों तत्वों को सपोर्ट करने के लिए भी परमेश्वर ही प्रोवाइड करेगा. അപ്പോൾ ഈ മൂന്ന് ഘടകത്തെയും പ്രൊവൈഡ് ചെയ്യുന്നത് ദൈവമാണ് അതിനെ കരുതുന്നത്. तो अगर हम केवल शरीर को खिलाते रहेंगे, കേവലം ശാരീരികമായിരിക്കുന്ന കാര്യമാണ് നാം അന്വേഷിച്ച് ജീവിതം മുമ്പോട്ട് പോകുന്നെങ്കിൽ तो हम केवल 33% को ही सपोर्ट कर रहे हैं. നമ്മൾ 33% മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. और हम जानते हैं कि ये आज अगर हम खाएंगे वो हमें कल तक वो काफी नहीं रहेगा. ഇന്ന് നാം കഴിക്കുന്ന ശരീരത്തിന് വേണ്ടിയുള്ള മാത്രമാണെങ്കിൽ അത് നിത്യത വരെ നിന്ന് പോകത്തില്ല എന്ന് മനസ്സിലാക്കണം. तो इस बात को जानना बहुत जरूरी है. अगर हम यूहन्ना 4 का डिस्कोर्स देखें तो उसमें भी एक जीवन के जल के बारे में यीशु मसीह समरी औरत से कह रहा है. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ജീവജലത്തെ കുറിച്ച് ശമരി സ്ത്രീയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. वो पानी पियोगे तुम फिर से प्यासे हो जाओगे, लेकिन अगर जो पानी मैं तुम्हें देता हूं अगर तुम उसे पीते हो तो फिर तुम प्यासे नहीं रहोगे. ശമരി സ്ത്രീയോട് പറഞ്ഞതുപോലെ അവൾ കുടിക്കുവാൻ വേണ്ടി അടുക്കൽ വന്ന കിണറിൽ നിന്ന് ആ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. എന്നാൽ യേശു കർത്താവ് കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. तो यूहन्ना में जिस तरह से 7 चिन्हों को बताया गया है, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ, 7 സയൻസിനെ നമ്മൾ കാണുമ്പോൾ उसी तरह से वहां पे 7 इस तरह के आई एम स्टेटमेंट्स को भी यूहन्ना ने अपने सुसमाचार में इंक्लूड किया. ഇതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 തവണ ഞാനാകുന്നു എന്നുള്ള പദവും നമുക്ക് കാണാൻ കഴിയും. और उसका 35 में 6 का 35 में यीशु मसीह इस तरह से कहते हैं कि जीवन की रोटी मैं हूं. दिस इज द फर्स्ट आई एम स्टेटमेंट. ആ 35-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക്. അവിടെ കൊടുത്തിരിക്കുന്നത് യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാനാകുന്നു എന്ന് 7 തവണ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കാണുന്നു. അതിലെ ഒന്നാമത്തെ ഞാനാകുന്നു എന്നുള്ള പദം 6:35 നമുക്ക് കാണാൻ കഴിയും. और यहूदी अगर एक आई एम करके अगर एक स्टेटमेंट को वो लोग सुनेंगे तो उनको एकदम से एक्सोडस में जो पिता ने മൂസ से कहा था वो वचन जो है उनके मन में आएगा. ഞാനാകുന്നു എന്നുള്ള പദം യഹൂദന്മാർ കേട്ട് കഴിയുമ്പോൾ അവരുടെ ശ്രദ്ധ ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ പേരതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ വാക്കാണ് ഇവിടെ യേശു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ अपने आप को आई एम द ब्रेड ऑफ लाइफ करके जब बोलते हैं तो मतलब वो अपने आप को परमेश्वर के तुल्य अपने आप को बता रहे हैं करके हम इस वचन से समझ सकते हैं. ഞാനാകുന്നു അപ്പം, ജീവന്റെ അപ്പം എന്ന് യേശു ഇവിടെ പറയുമ്പോൾ യേശു ദൈവത്തിന്റെ പിതാവിന്റെ തുല്യനാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയേണ്ടത്. तो जो भोजन
अनंत जीवन तक ठहरता है उसे केवल मनुष्य का पुत्र ही तुम्हें दे सकता है. ഈ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആ ആഹാരം കർത്താവിന് മാത്രമേ നമുക്ക് നൽകാൻ तो കഴിയൂ. हमें इस बात से ये समझना है कि ये जीवन का भोजन जो है केवल मसीही लोगों को ही मिला है. ഈ ജീവൻ വിശ്വസിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വന്നവർക്ക് മാത്രമാണ് ഈ ജീവൻ और ലഭിക്കുന്നത്. इसके लिए हमें परमेश्वर का बहुत शुक्रगुजार होना ഈ चाहिए. ജീവൻ ലഭിച്ചതുകൊണ്ട് നാം കർത്താവിനെ എത്രത്തോളം മഹത്വപ്പെടുത്തണം. आगे के वचन को देखेंगे. മുമ്പോട്ടുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. उन्होंने उससे कहा, अब ये रिस्पॉन्स है क्राउड का. ये क्राउड का रिस्पॉन्स हम सुनते हैं क्या है. യേശു പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് പുരുഷാരത്തിന്റെ മറുപടിയാണ് 28-ാമത്തെ വാക്യം. तो परमेश्वर के कार्य करने के लिए हम क्या करें. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. इंसान की एक प्रॉब्लम है. ഈ മനുഷ്യരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് इनको लगता है कि हमारे करने से ही कुछ हो सकता है. ഞങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ദൈവപ്രസാദം ഉണ്ടാകത്തുള്ളൂ. अगर हम कह रहे हैं कि परमेश्वर सैल्वेशन जो है एक गिफ्ट है जो हमें परमेश्वर से मिलता है, നമ്മൾ പറയുക രക്ഷ എന്നുള്ളത് ഒരു ദാനമാണ്, ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ तो वो विश्वास करने में थोड़ी तकलीफ होती है. അത് വിശ്വസിക്കാനും അത് കൈക്കൊള്ളുവാനും സ്വീകരിക്കാനും അല്പം പാടാണ്. ऐसे ही परमेश्वर हम पर ये तोहफा हमें दे रहा है, ये सोच हमें ठीक से मतलब we cannot accept it. ആ ദാനമായി നമുക്ക് രക്ഷ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനോ സ്വീകരിക്കാനോ ഒരു മതത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കഴിയത്തില്ലെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. तो उनका सवाल कि परमेश्वर के कार्य करने के लिए हम क्या करें. ഇവരുടെ ചോദ്യം കേട്ടോ, മതത്തിന്റെ ചോദ്യം ഇതാണ്, കർത്താവിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോ പ്രവൃത്തി ചെയ്യണം. അത് എല്ലാ കാലഘട്ടത്തിലും മതത്തിന്റെ ചോദ്യമാണ്. सो परमेश्वर के कार्य इट्स प्लूरल, मतलब वर्क्स करके हम इंग्लिश में देख सकते हैं. അത് പ്രവൃത്തികൾ എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. लेकिन 29 में यीशु क्या उत्तर देते हैं. എന്നാൽ 29-ാമത്തെ വാക്യത്തിൽ എന്തോ പ്രവൃത്തി ചെയ്യണമെന്നാണ് യേശു അവരോട് പറയുന്നത്. परमेश्वर का कार्य ये है कि तुम उस पर जिसे उसने भेजा है विश्वास करो. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. तो हमें सिर्फ एक ही काम को करना है. दिस जस्ट वन वर्क दैट वी नीड टू डू. അപ്പം പ്രവർത്തികൾ ചെയ്തിട്ടല്ല ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഒരു പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടത്, അതിൽ കൂടിയാണ് പ്രസാദം ലഭിക്കുന്നത്. वो एक काम क्या है ആ പ്രവൃത്തി എന്താണ്? कि जिसे उसने भेजा है പിതാവായ ദൈവം അയച്ചവനെ उस पर विश्वास करो. അവനെ വിശ്വസിക്കുന്നതാണ് നാം കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. अगेन उनका रिस्पॉन्स. അപ്പം അവരുടെ മറുപടി 30-ാമത്തെ വാക്യം. तब उन्होंने उससे कहा, അവർ അവനോട് പറഞ്ഞത്, फिर तू कौन सा चिन्ह दिखाता है ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, कि हम उसे देखकर तेरा विश्वास करें. എന്തു പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു. यह है रिलीजन की प्रॉब्लम. ഇതാണ് ഒരു മതത്തിന്റെ പ്രോബ്ലം. रिलीजन में जब तक हम कुछ देख न लें हमें सेटिस्फैक्शन नहीं होता. അപ്പൊ ഈ മതത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കണ്ണും കൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. और अगर हम मसीहत को या फिर क्रिश्चियनिटी को एक रिलीजन करके अगर हम देखेंगे तो हम भी उसी बात में जो है हम लोग गिर सकते हैं. ഈ ക്രിസ്തീയ ജീവിതം അതിനെ മതമാക്കി നാം കണ്ടു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നാം വിശ്വസിക്കൂ എന്ന് നാമും പറയേണ്ടി വരും. कि हमें तुम कुछ दिखाओ तो हम तुझ पर विश्वास करें. നീ എന്തെങ്കിലും ഒന്ന് കാണിക്ക്, ഞങ്ങൾക്കൊന്ന് അനുഭവമാകട്ടെ, എന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ശബ്ദമാണ്. और अगर हम जितने भी बाकी रिलीजन्स है अगर उनको हम देखेंगे ഈ മറ്റ് മതങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ तो उसमें बहुत सी बातें करने के लिए कहा जाता है. അപ്പൊ ഒത്തിരി കർമ്മങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അവിടെ പറയുന്നുണ്ട്. और वो अगर आपने ठीक रीति से कर दी तो फिर आप एक्सेप्टेड. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കപ്പെടും എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. लेकिन क्रिश्चियनिटी अलग है. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു വ്യത്യസ്ത ജീവിതമാണ്. നമുക്ക് കാണാൻ प्रभु हमें पहले एक्सेप्ट करता है, കർത്താവ് നമ്മളെ ആദ്യമേ കൈക്കൊള്ളുകയും फिर वो हमसे कुछ बातों को चाहता है. പിന്നെ നാം പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് കർത്താവ് ക്രിസ്തീയ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. तो ये जो ब्लेसेडनेस है इसको हमें
सोचना और समझना बहुत जरूरी है। ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, അതായത് കർത്താവ് നാമെ ആദ്യം സ്വീകരിക്കുകയും വിശ്വാസത്താൽ സ്വീകരിക്കുകയും സ്വീകരിച്ചതിന് ശേഷം നാം പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. हो सकता है आपके जीवन में परमेश्वर ने कोई एक आश्चर्य काम किया होगा, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തെന്നിരിക്കാം. और खास हम जो भाई बहन हम लोग हिंदू मार्ग से आए हैं, हम लोग के जीवन में हमने एक इस तरह के आश्चर्य काम को देखकर ही हम इसमें आए थे. ഹിന്ദു മാർഗത്തിൽ നിന്ന് കടന്നു വന്ന ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിലേക്ക് വന്നത്. लेकिन ये वो उन चिन्हों के समान है जिसे देखकर हमें वहीं पे रुक नहीं जाना था, या फिर हमें केवल चिन्हों को ही देखने के लिए हमारा हमेशा की ये एक लालसा नहीं होनी चाहिए थी. അപ്പം ഈ അടയാളങ്ങൾ കണ്ട ഞങ്ങൾ ആ അടയാളങ്ങളിൽ മാത്രം തൃപ്തരായിരിക്കുകയല്ല, അടയാളങ്ങൾ ഇനിയും കാണിക്കണമെന്ന് പറഞ്ഞ് കർത്താവിനോട് പറയുകയല്ല ചെയ്യേണ്ടത്. इसलिए परमेश्वर का वचन हमसे चाहता है कि हम ग्रो करें, हम मैच्योर होते रहें. അപ്പൊ കർത്താവിന്റെ വചനം നമ്മളെ അനുശ്വസിക്കുന്നത് നാം അനുദിനം മെച്ചോർ ആകണം, ആത്മീകമായി വളരണമെന്ന് കർത്താവ് जिस പറയുക. तरह से एक छोटा बच्चा शुरू में नहीं जानता है बहुत सी बातों को, ഒരു കുഞ്ഞ് വളരെ കുഞ്ഞിലെ ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയയില്ല. लेकिन जैसे जैसे वो बड़ा होता है അവൻ വളർന്നു വരുമ്പോൾ वो बहुत सी बातों को समझना शुरू कर അവൻ देता है. പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. तो हमारा मसीही जीवन भी ऐसा ही होना चाहिए. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതുപോലെ ആയിരിക്കണം. शुरू में हम बहुत सी बातों को तो नहीं जानेंगे, തുടക്കത്തിൽ നമുക്ക് പല കാര്യങ്ങൾ അറിയില്ലായിരിക്കാം. कुछ शायद एक ही बात ऐसी हमने देखी होगी जिसको देखकर हम यीशु मसीह के पीछे आए होंगे. ചിലപ്പോൾ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും കർത്താവിന് പിന്നാലെ നമ്മൾ വന്നത്. लेकिन यीशु मसीह क्या हमें वाकई में देता है, उस बात की जो पूरी एक समझ जब हमें आ जाती है तो फिर हम बातों के पीछे नहीं जाते. അപ്പൊ കർത്താവിന്റെ ആ പൂർണ്ണ ആ സൗന്ദര്യത്തെ നാം കാണുമ്പോൾ പിന്നെ കർത്താവ് തരുന്ന കാര്യങ്ങളുടെ പിന്നാലെ അല്ലായിരിക്കും നാം പോകുന്നത്. പ്രത്യുത കർത്താവിനെ വീണ്ടും വീണ്ടും അറിയണമെന്നുള്ള വാഞ്ചയായിരിക്കും നമ്മുടെ ഉള്ളിൽ फिर हम ഉണ്ടാകുന്നത്. चीजों के पीछे नहीं जाएंगे. പിന്നെ നമ്മൾ കാര്യങ്ങളോ കർത്താവ് തരുന്ന എന്തെങ്കിലുമുള്ള അനുഗ്രഹങ്ങളുടെ പുറയിലല്ലായിരിക്കും നാം हो പോകുന്നത്. सकता है परमेश्वर ने हमें एक जॉब दिलाई हो, ചിലപ്പോൾ ഒരു ജോലി തന്നിരിക്കാം, हमें एक बहुत बड़ी बीमारी से छुड़ाया हो, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യം നൽകിയിരിക്കാം, हमें शायद बच्चे दिए हों, बच्चे नहीं हों, जिनको बच्चे नहीं थे उनको बच्चा दिया हो परमेश्वर ने. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കൊടുത്തിരുന്നു വരാം. ऐसी बहुत से आश्चर्य काम किए हो सकते हैं परमेश्वर ने हमारे കർത്താവിലേക്ക് जीवन में. വരാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കാം. लेकिन परमेश्वर तो कल एक और काम कर, ये अपेक्षा हमारे दिल में नहीं होनी चाहिए. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നടന്നതുകൊണ്ട് കർത്താവ് നാളെയും ഇതുപോലെ അടയാളങ്ങൾ കാണിക്കണമേ എന്നുള്ള വാഞ്ചി അല്ലായിരിക്കണം നമ്മുടെ ഉള്ളിൽ. वो लिस्ट जो है वो एंडलेस है. हमारे जीवन में कभी भी ऐसा नहीं होगा कि हम बिल्कुल निश्चिंत होकर हम रह सकते हैं. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് കിടക്കുന്നതാ, മോഹങ്ങളുടെ ലിസ്റ്റ്. അതൊരിക്കലും നിൽക്കത്തില്ല. नीड्स, वांट्स, डिजायर्स जो हैं वो हमेशा हमारे साथ जुड़ी रहेंगी. ഈ ആവശ്യങ്ങളും മോഹങ്ങളും അതിങ്ങനെ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. लेकिन जब इस बात की हमें समझ आ जाती है എന്നാൽ ഈ കാര്യം കർത്താവിനെ നാം कि മനസ്സിലാക്കുമ്പോൾ जो सबसे अहम चीज है Amen. वो हमें मिल गई है, കർത്താവ് എന്നുള്ള വിലയേറിയ വ്യക്തിയെ നാം മനസ്സിലാക്കുമ്പോൾ वो जीवन जो है हमारे साथ जुड़ गया है. ആ ജീവനെ നാം പ്രാപ്തരാക്കുമ്പോൾ, हम मौत से जो है हम जीवन में प्रवेश कर चुके हैं. നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ We are no longer mortal, we are now immortal beings. നമ്മൾ ഒരിക്കലും മരിച്ച അവസ്ഥയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവനുള്ള അവസ്ഥയിലായിരിക്കും. ये बात जब हमें समझ में आ जाती है तो फिर हम यीशु के पीछे कुछ दूसरे बातों के लिए हम आएंगे. അപ്പൊ കർത്താവിന്റെ പിന്നാലെ പിന്നെ കർത്താവ് ഈ ഭൂമിയിൽ എന്തെങ്കിലും നമുക്ക് നൽകണം എന്നുള്ള കാര്യം അന്വേഷിച്ചല്ലായിരിക്കും. കർത്താവിന്റെ ആ സൗന്ദര്യത്തെ കാണുവാനുള്ള വാഞ്ചയും ആഗ്രഹവുമായിരിക്കും നമ്മുടെ ഉള്ളിൽ और ഉണ്ടാകുന്നത്. अगर आप सारे जो आई एम स्टेटमेंट्स हैं यूहन्ना में, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലുള്ള ഈ ഞാനാകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ तो നോക്കുമ്പോൾ अगर आप उन सब पर जो है एक गहराई से विचार करेंगे तो आपको पता चलेगा कि परमेश्वर हम सबके जीवन में क्या क्या बातों को, किन किन बातों को करता है. ഈ ഞാനാകുന്നു എന്നുള്ള ഈ പദങ്ങൾ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് കർത്താവ് പ്രാപ്തനാണ്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മതിയായ ദൈവമാണ് എന്നുള്ള കാര്യമാണ് അതിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. I am the light of life, I am the door, I am the good shepherd, I am the way, the truth and life. ये सारी बातें जब अगर हम उनको गहराई से अगर उन पर हम विचार करेंगे तो आपको पता चलेगा कि परमेश्वर
किस तरह से हमें इस मसीह जीवन को बिताने में सहायता करते हैं। ആ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ വഴിയും ജീവനും സത്യമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നൊക്കെ പറയുന്ന ഞാനാകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് നമുക്ക് പര്യാപ്തമാണ്, കർത്താവ് മതിയായ ദൈവമാണ്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നടത്തിപ്പിനും ദൈവത്തിൻ്റെ ആ പൂർണ്ണ സ്വരൂപം, ആ സൗന്ദര്യത്തെ കാണുവാൻ നമുക്കിടയായി തീരും. लेकिन इनका सवाल क्या है देखते हैं। എന്നാൽ ഇവരുടെ ചോദ്യം ഒന്ന് നോക്കിക്കാട്ടെ. तू कौन सा काम दिखाता है? നീ ഏത് പ്രവൃത്തിയാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്? परमेश्वर ने जो काम किए हैं उनको हम शायद हमसे भी ऐसा हो सकता है कि हम उनको नजरअंदाज कर दें। കർത്താവ് ചെയ്ത പ്രവൃത്തികളെ ചിലപ്പോൾ നാം മറന്നുപോയി या ഇരിക്കുന്ന परमेश्वर ने हमारे जीवन में जो अनगिनत भलाइयां की हैं उनको हम भुला दें। നാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോയവരായിരിക്കും. और आज भी हमारे अंदर एक इच्छा इस तरह से रहे कि परमेश्वर तू कुछ और मेरे जीवन में कर। അപ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു ചോദ്യമുണ്ടാകും, കർത്താവെ അല്പം കൂടെ അടയാളങ്ങളെ കർത്താവ് ചെയ്യണമേ എന്ന്. लेकिन परमेश्वर हमसे ये नहीं चाहता। കർത്താവ് ഇതിലല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയരെ. उसका वर्स 31 हम पढ़ते हैं। അതിന്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, हमारे बाप दादों ने जंगल में मन्ना खाया, जैसा लिखा है उसने उन्हें खाने के लिए स्वर्ग से रोटी दी। നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പുരുഷാരം യേശുവിനോട് പറഞ്ഞു. यहाँ पे क्राउड जो है वो भी वचन को कोट कर रहा है। ഇവിടെ ഈ പുരുഷാരം വചനത്തെ കോട്ട് ചെയ്താണ് യേശുവിനോട് പറയുന്നത്. उनको वचन पता है, उनको स्क्रिप्चर्स पता है, ദൈവത്തിന്റെ വചനത്തിലെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. लेकिन स्क्रिप्चर्स की सही समझ उनको नहीं। എന്നാൽ വചനം എന്തിനെ കുറിച്ചാ പറയുന്നുള്ള ഗ്രാഹ്യമില്ല. इसलिए वचन की सही समझ होना भी बहुत जरूरी है। അപ്പോൾ വചനം ശരിക്കും അറിയേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. तो उन्होंने स्क्रिप्चर को तो पढ़ा था, लेकिन उनकी स्क्रिप्चर की जो समझ थी वो सही नहीं थी। ഇവിടെ ഇവർ വചനം വായിച്ചെങ്കിലും വചനത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഒരു അറിവ് അവർക്കില്ലായിരുന്നു. So verse 32 में यीशु मसीह उनसे कहते हैं ആ 32-ാമത്തെ വാക്യം പ്രിയപ്പെട്ടവർ നോക്കിക്കേ. कि मैं तुमसे सच सच कहता हूं യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, कि मूसा ने तुम्हें वो रोटी स्वर्ग से न दी, സ്വർഗത്തിൽ നിന്ന് അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, परंतु मेरा पिता तुम्हें सच्ची रोटी स्वर्ग से देता है। എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. हम जानते हैं कि ये किसको रेफर कर रहे हैं। ഇത് ആരെക്കുറിച്ചാ പറയുന്നത് നമുക്കറിയാം. विल्डरनेस में, बियाबान में इजरायलियों को परमेश्वर ने जब चलाया तो 40 साल तक जो है उन्हें मन्ना खिलाया। ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് കടന്നു പോയപ്പോൾ 40 വർഷം ദൈവം അവരെ മന്ന പോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. वहाँ पे कहीं कोई खेती वगैरह नहीं थी जिससे कि वो लोग कुछ उगा के खा सकते थे, नहीं, लेकिन हर रोज जो है सुबह शाम सुबह को जो है परमेश्वर उन्हें पूरे दिन भर का മന്ന जो है उन्हें दिया करता है। മരുഭൂമിയിൽ അങ്ങനെയുള്ള വിളവോ അങ്ങനെ കാര്യങ്ങളൊന്നും അവർക്കില്ല, എന്നാൽ ദൈവം അത്ഭുതകരമായി മന്ന അവർക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും മരുഭൂമിയിൽ. तो यीशु मसीह उनसे कह रहे हैं कि वो स्वर्ग से उतर के आई हुई रोटी वो मैं हूँ। അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത് മന്ന എങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇസ്രായേൽ മക്കളെ പോഷിപ്പിച്ചോ ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാനാണ് മന്ന എന്ന് പറയുകയാണ്. और वो कह रहे हैं कि परंतु मेरा पिता तुम्हें सच्ची रोटी स्वर्ग से देता है। അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം നോക്കി 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. क्राउड का सवाल क्या था कि उन्होंने कहा कि खाने के लिए स्वर्ग से रोटी दी, मतलब वो उस बात का स्मरण कर रहे थे जो पहले हो गई थी। അപ്പൊ പുരുഷാരം പറയുന്നത് പണ്ട് നടന്ന കാര്യമാണ്, അതായത് മരുഭൂമിയിൽ ദൈവം മന്ന കൊടുത്ത കാര്യം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. लेकिन यीशु मसीह कह रहे हैं कि सच्ची रोटी स्वर्ग से देता है। इट्स स्टिल प्रेजेंट, इट्स प्रेजेंट कंटिन्यूअस, देता है, देता रहता है, देता रहा है शुरू से लेके अब तक। परमेश्वर ही हमें खिलाता रहा है, एंड ये बात हमें समझने की यहाँ पे जरूरत है। 32-ാമത്തെ വാക്യത്തിൽ തന്നു എന്നല്ല, കഴിഞ്ഞെന്നല്ല, ആ പിതാവ് അപ്പം നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ അപ്പം യേശുക്രിസ്തു എന്നുള്ള ജീവന്റെ അപ്പം തന്നിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് യേശു ഇവിടെ പറയുന്നത്. उसका 33 में, क्योंकि परमेश्वर की रोटी वही है जो स्वर्ग से उतरकर जगत को जीवन देती है। ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. तो यीशु मसीह पर जो है परमेश्वर का जो है सील है।
യേശു കർത്താവിൽ പിതാവിന്റെ മുദ്രയുണ്ട്. यीशु मसीह क्या है, हमें किस तरह से हमें यीशु मसीह को हम रोज अपने जीवन में उनको लेके चल सकते हैं थ्रू हिज वर्ड. और കർത്താവായ യേശു ക്രിസ്തുവിനെ അനുദിനം നാം കൂട്ടായ്മയിൽ നടന്ന് തിരുവചനത്തിനെ ഭക്ഷിക്കുകയും കർത്താവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് നടക്കുകയും ചെയ്യണം. Having a fellowship with him. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് നടക്കണം. एक परिवार में माँ बाप बच्चे होते हैं. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഉണ്ടാകും. अगर बच्चे केवल खाने के लिए ही अगर माँ बाप के पास आए, ഈ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയുടെ അടുക്കൽ കേവലം ഭക്ഷണത്തിന് വേണ്ടിയാ വരുന്നെങ്കിൽ तो माँ बाप को कैसे फील होगा? എങ്ങനായിരിക്കും ആ മാതാപിതാക്കൾക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നത്? उसी तरह से ഇതുപോലെ हम जो परमेश्वर के बच्चे हैं, നാം കർത്താവിന്റെ മക്കളായിരിക്കുമ്പോൾ परमेश्वर ने जब हमें अपना बच्चा बनाया, हमने नहीं, परमेश्वर ने हमें अपना बच्चा बनाया. പിതാവായ ദൈവം കരുണയാൽ നമ്മളെ കർത്താവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മക്കളാക്കിയെങ്കിൽ, इतना बड़ा अनुग्रह परमेश्वर ने हमारे जीवन में, ഇത്രയും വലിയ അനുഗ്രഹം പിതാവ് നമ്മളിൽ ചൊരിഞ്ഞെങ്കിൽ, तो हमें कितना जो है प्रभु के साथ संगति में हमें बिताना. അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന നന്മകളെയല്ല, കർത്താവിനെ ആഗ്രഹിക്കുക, വാഞ്ചിച്ച് ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. बिजीनेस ऑफ लाइफ जो है, इट्स एन एक्सक्यूज. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ബിസിയാണെന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആണ്. ये हम सब करते हैं कभी ना कभी. ഇതെല്ലാം നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. बहुत ही कॉमन एक्सक्यूज है कि थक हार कर आते हैं, या फिर ट्रैफिक है, या बहुत सी ऐसी बातें हैं जो हमें थका देती हैं. सही बात है. ട്രാഫിക്കിൽ കൂടെ വരുന്നു, ടയേർഡ് ആകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ और യാഥാർത്ഥ്യമായിരിക്കും. फिर शायद जो है शाम को अगर बाइबल स्टडी हो रही है या फिर प्रेयर होनी है, वो अगर हम नहीं उस पर पार्टिसिपेट करते हैं तो वो एक इट्स लाइक एन एक्सक्यूज. അത് കഴിഞ്ഞിട്ട് ദൈവവചന മീറ്റിങ്ങിലോ നമുക്കൊന്നും വരാതെ നമ്മൾ എക്സ്ക്യൂസസ് ഒത്തിരി കൊടുക്കാറുണ്ട്. और मैंने ये अनुभव किया है कि जब मैं मीटिंग में भले ही टायर्ड होके बैठता हूँ, लेकिन इट रिफ्रेशेस मी. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് വന്നാൽ കൂടിയും ദൈവവചനം കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഒരു റിഫ്രഷ് ആകുന്നതായിട്ട് ഞാൻ അനുഭവപ്പെടാറുണ്ട്. बिकॉज वी आर टायर्ड बॉडीली, നാം ശാരീരികമായി തളർന്നു പോകും, लेकिन हमारी प्राण और आत्मा भी हमारे इस शरीर में है. ഈ ശരീരത്തിൽ തന്നെയാണ് നമ്മുടെ ദേഹവും ദേഹിയും ഇരിക്കുന്നത്. उनकी जरूरत जो है ആത്മാവും ദേഹിയും ഇരിക്കുന്നത്. उनकी भी हमें पूर्ति करनी चाहिए. ആ ആത്മാവിന് ആഹാരം ആവശ്യമാണ്, ആ ആഹാരം നാം കഴിക്കുകയും ചെയ്യണം. आखिरी वचन हम पढ़ते हैं. അവസാന വാക്യം तब വായിക്കുമ്പോൾ उन्होंने उससे कहा, അപ്പോൾ അവരോട് പറഞ്ഞത്, हे प्रभु, ये रोटी हमें सर्वदा दिया कर. ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. तो ये वचन पढ़कर हमें लगेगा कि हाँ, अब इनको समझ में आ गया. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന്. क्योंकि अगर उसका वर्स 25 जब हम पढ़ते हैं, അതിന്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ तो यीशु को वो हे रबी करके एड्रेस कर रहे हैं. റബി എന്നാണ് 25-ാമത്തെ വാക്യത്തിൽ യേശുവിനെ സംബോധന ചെയ്യുന്നത്. लेकिन अब वर्स 34 में हे प्रभु करके वो एड्रेस कर रहे हैं. 34-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവേ എന്നാണ് അവർ വിളിക്കുന്നത്. कुछ तो उनके अंदर एक चेंज आया है. അപ്പം വാക്കിൽ ആ വിളിക്കുന്നതിൽ ഒരു വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. सेम चीज जो है हम यूहन्ना का 4 में भी देखते हैं कि उस स्त्री को जो है, जिसने उन्हें एक यहूदी करके देखा, उन्होंने भी एट द एंड ऑफ द डिस्कोर्स वो प्रभु करके उन्हें समझने लगे. ശമരി സ്ത്രീയും യേശുവിനെ യഹൂദൻ എന്ന് വിളിച്ച ഈ സംബോധന ചെയ്ത സ്ത്രീ അവസാനം പ്രവാചകൻ എന്നും കർത്താവെന്നും മെഷിയ എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. लेकिन जब हम आगे का डिस्कोर्स पढ़ते हैं, എന്നാൽ ഈ പുരുഷാരത്തെ നമ്മൾ മുൻപോട്ട് നോക്കുമ്പോൾ तो हम देखते हैं कि ये सब भी और उसके बाद गिर पड़े या फिर गिर गए रास्ते में, यीशु के पीछे नहीं चले. ഇവര് ഇത്രയും യേശുവിനെ റബ്ബി എന്നും കർത്താവ് എന്നൊക്കെ ഭാഗ്യമായി വിളിച്ചെങ്കിലും അതിന്റെ മുമ്പോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ ഇവർ വിശ്വസിച്ചില്ല, പിന്മാറിപ്പോയി ഈ പുരുഷാരം എന്ന് നമുക്ക് കാണാൻ കഴിയും. तो ये एक वार्निंग है हमारे लिए. ഇത് നമുക്കൊരു മുന്നറിയിപ്പാ പ്രിയരെ. हो सकता है कि आज किसी बात पर हम बहुत ही यीशु के साथ एकदम जोश में हों, ഇന്ന് കർത്താവിനോടുകൂടെ നമ്മൾ ഒത്തിരി ഉത്സാഹത്തോടെ ആയിരിക്കാം. लेकिन ये हमें जो है मेंटेन रखना है. ഇത് നമുക്ക് സ്ഥിരതയോടെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. प्रभु बहुत सी अपॉर्चुनिटीज देगा. നമുക്ക് അവസരങ്ങളെ കർത്താവ് ഒത്തിരി തരും. प्रभु हमें मीटिंग्स में बुलाएगा. കർത്താവ് നമ്മളെ ആലയത്തിൽ വിളിക്കും. प्रभु हमें नेक्स्ट वीक फास्टिंग प्रेयर में ऑलरेडी इनवाइट कर रहा है. ആ ഉപവാസ പ്രാർത്ഥന നമുക്ക് മുമ്പിലുണ്ട്. ये सब अपॉर्चुनिटीज हैं, प्रभु हमसे बात करना चाहता है. ഈ സമയങ്ങളെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. प्रभु हमारी आत्मिक नीड को जानते हुए जो है वो प्रभु हमें നമ്മുടെ ആത്മീക അവസ്ഥകളെ കണ്ടിട്ട് തിരുവചനത്തിൽ കൂടെ നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുക. लेकिन हमें अगर वो नीड
नीड नहीं लगेगी तो हम लोग गिर जाएंगे। എന്നാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ നാം വീട് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. इसलिए बहुत जरूरी है कि यीशु मसीह जो चिन्ह दिखाता है, लेकिन केवल चिन्हों पर नहीं, हमें यीशु मसीह के पास आना है। ഈ കർത്താവ് കാണിക്കുന്ന അടയാളങ്ങളിൽ മാത്രം വിശ്വസിച്ച് സന്തോഷിച്ചു പോകാനല്ല, പ്രത്യുത യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ആ കർത്താവിന്റെ സൗന്ദര്യത്തെ കണ്ട് കർത്താവിനെ സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. मैं इस मैसेज को यहीं पे कंक्लूड करता हूं। ഞാനിവിടെ ഈ എൻ്റെ മെസ്സേജിനെ നിർത്താൻ ആഗ്രഹിക്കുന്നു. जीवन की रोटी यीशु मसीह है, ഈ ജീവന്റെ അപ്പം കർത്താവ് യേശു ക്രിസ്തുവാണ്. और ये रोटी हमें स्वर्ग से जो है परमेश्वर ने हमें दी है। ഈ ജീവന്റെ അപ്പം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്, പിതാവ് നമുക്ക് തന്നതാണ്. इसी रोटी पर जो है पिता परमेश्वर का छाप लगा है। ഈ ജീവന്റെ അപ്പത്തിന്റെ മേളിലാണ് പിതാവായ ദൈവത്തിന്റെ മുദ്രയുള്ളത്. ये रोटी जो है आदि से अब तक जो है ये बनी रही है। ഈ അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഈ അപ്പം ഇങ്ങനെ തന്നെയായിരുന്നു ജീവന്റെ और അപ്പം. भजन संगीता में इस तरह से लिखा है कि ये हेवेंस में जो है ये स्थिर है। ഈ അപ്പം അല്ലെങ്കിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന അപ്പം എന്ന് നമുക്ക് കാണാൻ കഴിയും. इसलिए इस वचन का सेवन करना या फिर इस जीवन की रोटी को लेना और खाना और इसमें रहना, बने रहना बहुत जरूरी है हम सबके लिए। തിരുവചനത്തിൽ കൂടെ യേശുവിനെ രുചിച്ചറിയുകയും യേശുവിൽ വസിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. If not, then we will lose eternity. അത് അങ്ങനല്ല എങ്കിൽ നാം നശിച്ചു പോകുക അല്ലെങ്കിൽ വീണുപോയി തെറ്റിയൊഴിയാൻ സാധ്യതയും. परमेश्वर हमें इस वचन से आशीष। ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.